അല്ല ഞാൻ പിന്നെ റോഡ് മീൻ അല്ല മീൻ കംപ്ലൈൻറ്റ് മീനാണത്. മീൻ കംപ്ലൈൻറ്റ് മീനാണ്. നിങ്ങൾ ഒരു ജസ്റ്റ് അവിടെ ഇട്ടാണ്. ജസ്റ്റ് അവിടെ ഇട്ട് ജസ്റ്റ് അവിടെ ഇട്ട്. നീ വണ്ടി എടുക്കല്ലേ. നമസ്കാരം. വിൻ്റർ ഹെവൻ്റെ ഒരു പുതിയ ന്യൂസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ആ വണ്ടി വന്ന് എന്നെ ഇടിച്ചിട്ടിട്ട് പോയി കളഞ്ഞു. ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയി. നമസ്കാരം. വിൻ്റർ ഹെവൻ്റെ പുതിയ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി നിത്യേനയുള്ള നമ്മുടെ ഉപയോഗ ഒരു വസ്തുവാണ് മത്സ്യം എന്ന് പറയുന്നത്. മത്സ്യം നമ്മൾ ദിവസേന ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അതിൽ ദിവസേന രാവിലെ നമ്മുടെ വീട്ടിൻ്റെ അയൽപക്കത്ത് വരികയും കൊണ്ടുവരുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കും. 50, 100, 150, 200 രൂപ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിനെ അത് ചീകി മിനുസമാക്കി നമ്മൾ കറി വെച്ച് കഴിക്കുകയാണ് പതിവ്. കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന ഒരു മത്സ്യം എനിക്ക് സംശയം തോന്നി. ഞാൻ ആ വാഹനത്തിൽ തലയും വാലും ഇല്ലാത്ത മത്സ്യം ആണോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് ഈ മത്സ്യത്തിൻ്റെ കുഴപ്പം, ഈ മത്സ്യം എന്താണ് ഇങ്ങനെ ചീഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ശകാരിക്കുകയും ശോഭിക്കുകയും അതോടൊപ്പം എന്നെ ആ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ എന്നെ ഇടിച്ചിടാൻ ശ്രമിക്കുകയും വണ്ടി ആക്രമിച്ചിട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തൊരു വണ്ടിക്കാരൻ്റെ ഒരു മത്സ്യ കച്ചവടക്കാരനെ നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരികയാണ്. ഇത് നിങ്ങളുടെ ഏവരുടെയും പ്രതികരണം ഉണ്ടാവണം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ മത്സ്യം വാങ്ങാൻ ചെല്ലുമ്പോൾ മത്സ്യത്തിൻ്റെ തലയും വാലും ഇല്ലാത്ത മത്സ്യം, അതിൻ്റെ കളറൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു പെയിൻ്റ് ഉണ്ട്, മത്സ്യത്തിൻ്റെ മുകളിലൊരു പെയിൻ്റ് ഉണ്ട്. ആ പെയിൻ്റൊക്കെ മാറിയിരിക്കുന്നു. അപ്പം വളരെ ചീഞ്ഞ, നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയുക മരിച്ച മീനെന്ന് പറയും, മരിച്ച മത്സ്യം. ആ നിലയിലുള്ളൊരു മത്സ്യം കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ശോഭിക്കുകയാണ്, എന്നെ ആക്രമിക്കാനായിട്ട് നിൽക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകനും നാട്ടിലെ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള എന്നെ അവരെന്നെ ആക്രമിക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ ആ നിലയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടിയുടെ നമ്പരും ഉൾപ്പെടെ പറയുന്ന ആളുടെ നമ്പർ ഉൾപ്പെടെ എടുത്ത് വീഡിയോ എടുത്തു. എന്നിട്ട് വീഡിയോയുടെ മത്സ്യത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോഴേക്കും എൻ്റെ മുന്നിലൂടെ ഉടനെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ, ഇപ്പോൾ പാലോട് വാർഡ് മെമ്പർ അരുൺകുമാറിനെ വിളിച്ചു. ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം ഉടനെ പെരിങ്ങമല ഹോസ്പിറ്റലിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നമ്പർ തന്നു. ഡോക്ടറോട് ഞാൻ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. ആ ഡോക്ടർ എന്നിട്ട് എൻ്റെ മൊഴി കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പാലോട് പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ വിളിക്കുകയാണ്, കിട്ടിയിട്ടില്ല. ഒരു ദിവസം ഇത് പറയാൻ വേണ്ടി നേരിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SI മാറിയത് കാരണം SIയുടെ ചാർജുള്ള ആണ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. സിസ്റ്റം എന്ന് പറയുന്നതല്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റം എന്നൊക്കെയാണ് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത്. സിസ്റ്റം മൊത്തം പോയി കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വന്നു, ഡോക്ടർക്ക് മൊഴി കൊടുത്തു, ഡോക്ടറിൻ്റെ അഡ്രസ്സ് മേടിച്ചു, മറ്റേ എന്നെ ഇടിച്ചിട്ട മീൻകാരൻ്റെ അഡ്രസ്സ് വാങ്ങി, മീൻകാരൻ്റെ വണ്ടി നമ്പർ വാങ്ങി, എല്ലാം ഞാൻ കൊടുത്തു. അപ്പോൾ ഒരു വിധത്തിൽ ഇങ്ങനെ നമ്മളെയൊക്കെ ഒരു വല്ലാത്ത പരുവത്തിൽ ഇങ്ങനെ കൊണ്ടുപോവാണ് സർക്കാർ കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇത് ഒരാഴ്ച പിന്നിട്ടു, ഈ വിഷയം നടന്നിട്ട് ഒരാഴ്ച പിന്നിട്ടു. പക്ഷേ എൻ്റെ അവിടെ ഇരുന്നിട്ട് ഡോക്ടർ നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥൻ ഞങ്ങളുമായി സംസാരിച്ചു. ഉടനെ വരും, ഇവിടെ വാമനപുരത്തു നിന്നുള്ള ഒരു ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥനാണ് ഇവിടെ വരുന്നത്, ആറ്റിങ്ങലുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നതെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ ആ ഫുഡ് സേഫ്റ്റിയുടെ ഒരു ഉദ്യോഗസ്ഥൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ആ മത്സ്യം വിറ്റ ആൾ അന്നൊരു 250ഓളം വീടുകളിൽ രാവിലെ കുരുടാൻ തളിച്ച, എനിക്ക് തോന്നുന്നു ചുവന്ന മീനുകളാണ് അവൻ വിറ്റത്, ചുവന്ന മീനുകൾ. അപ്പോൾ കൊഴിയാള അങ്ങനെയുള്ള കുറേ മീനുകളുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ചുമപ്പടിങ്ങിയ ഒരുതരം കളറുള്ള മത്സ്യമാണ് അദ്ദേഹം വിറ്റത്. അപ്പോൾ ചുമപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ രക്തം കലർന്നത് പോലുള്ള കളർ. ആ മത്സ്യം വളരെ അപകടകാരിയായ മത്സ്യം. അത് രാവിലെ 9, 9:30, 10 മണിക്കകത്ത് ആളുകൾ വച്ച് കഴിക്കും. അപ്പം 1 മണിക്കൂറിനകത്ത് 1.5 മണിക്കൂറിനകത്ത് പറ്റുവാണെങ്കിൽ ആ വാഹനം പിടിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ആ വാഹനത്തെ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വാങ്ങുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വച്ച് കഴിച്ച് മത്സ്യം പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ പോയി കഴിഞ്ഞാൽ കിഡ്നിയെ തകർത്തങ്ങ് പോവുകയാണ്. പിന്നെ അതിൻ്റെ വിഷം അടിഞ്ഞു കൂടുന്ന ഭാഗം എന്ന് പറയുമ്പോൾ കരളാണ്.
കരളിലേക്ക് അടിഞ്ഞുകൂടിയിട്ട് പിന്നെ ഇത് പിന്നെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമായിട്ട് നിൽക്കും. അപ്പം ആ നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇത് സൂചിപ്പിച്ച ആ സർക്കാർ തലത്തിലുള്ള ഫുഡ് സേഫ്റ്റിയുടെയും മറ്റു ഉദ്യോഗസ്ഥർ ഒന്നും ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല. ജനങ്ങളിത് വച്ച് കഴിച്ചു കഴിഞ്ഞാലുള്ള അവർക്കുണ്ടാവുന്ന അപകടം, അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെട്ടേക്കാവുന്ന ഫുഡ് പുറത്ത് തേക്കുന്ന പോട്ടെ, കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറമെയാണ് ചികിത്സിക്കാം. ഒരകത്ത് അപ്ടേക്ക് ചെയ്യുന്ന ഒരു ഫുഡ് അപ്ടേക്ക് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് പോയി നമ്മുടെ ഇൻഡസ്ട്രിയൽ ഓർഗൻസിന് മൊത്തം കംപ്ലൈൻ്റ് ആക്കുന്ന ഒരു തരത്തിലുള്ള ഈ ഫുഡുകൾ, അത് കേടായ സാധനം വിൽക്കുന്നു എന്ന് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചിട്ട് ഇതുവരെ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ കൂട്ടാക്കിയിട്ടില്ല. എന്തായാലും നിങ്ങളിതിനെ പ്രതികരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അതിൻ്റെ ബാക്കി വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇതിനെ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ അറിയണം. അതുകൊണ്ട് കേടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ദയവായി അതുപോലുള്ള മത്സ്യം അങ്ങനെയുള്ള ആഹാരങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക. ഫുഡിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പുറത്ത് ഇന്ന് വിപണിയിൽ വരുന്ന ഒട്ടുമിക്ക ഫ്രൂട്ട് ഐറ്റംസും നമുക്ക് കഴിക്കാൻ കൊള്ളാത്തതാണ് കേട്ടോ, കഴിക്കാൻ കൊള്ളില്ല. പക്ഷേ വിലക്കുറവിലും കിലോ കണക്കിന് കൂടുതൽ കിട്ടുമ്പോൾ 1 കിലോ എന്നുള്ളത് അതൊരു 3 കിലോ ആണെന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങും. കാരണം നമ്മൾ നാട്ടിൻപുറത്തുകാരാണ്, സാധാരണക്കാരാണ്. 3 കിലോ 4 കിലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് വാങ്ങും. എന്തിനാണെന്നറിയില്ലേ, നമുക്ക് അത്രയും വില കുറച്ച് 100 രൂപയ്ക്ക് 4 കിലോ കിട്ടുമല്ലേ എന്നൊക്കെ ഉള്ള നിലയിൽ വാങ്ങും. അങ്ങനെ നമുക്ക് കേടായതൊന്നും കഴിക്കണ്ട, നല്ലത് 1 കിലോ മതി, അത് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. പ്രതിഷേധിക്കുക. നിങ്ങൾ പരമാവധി എല്ലാവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ. അപ്പോൾ എന്നെ കേട്ടോ നിങ്ങൾക്ക് എവർക്കും നന്ദി. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു ലോട്ട്. അല്ല, മീൻ കംപ്ലൈൻറ്റ് മീനാണിത്. കംപ്ലൈൻറ്റ് മീനാണ്. നിങ്ങൾ ഒരു ജസ്റ്റ് അവിടെ ഇട്ട് നീ വണ്ടി എടുക്കരുത്. നീ വണ്ടി എടുക്കരുത്. നീ വണ്ടി എടുക്കരുത്. നീ വണ്ടി എടുക്കരുത്.